പരവതാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇനി പോരാട്ടം കടുക്കുകയാണ്. കാണാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നാട്ടിൽ വികസനത്തിന്റെ പരവതാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട കോതമംഗലം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് UDF. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപുറം തന്നെയാണ് ഇത്തവണയും എതിരാളി. മണ്ഡലത്തിൽ BDJS-മായി CPM ഡീലുണ്ടെങ്കിലും പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഷിബു തെക്കുംപുറം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോതമംഗലത്തെ UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാവ് ഷിബു തെക്കുംപുറമാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇത്തവണ കടുത്ത മത്സരം തന്നെയാണ്. 2 തവണ കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടോ? തീർച്ചയായും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ് കോതമംഗലം. കൈമോശം വന്നുപോയ ഈ നിയോജകമണ്ഡലം എല്ലാ തരത്തിലും തിരിച്ചു പിടിക്കുവാൻ UDF സജ്ജമാണ്. ഉന്നതമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥിയും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെയായിരുന്നു പരസ്പരം നേരിട്ടിരുന്നതും. ഇത്തവണയും അതേപോലെ വരുമ്പോഴത്തേക്കും മത്സരം അല്പം കടുക്കുമോ? ഇത് രാഷ്ട്രീയമായ പോരാട്ടമാണ് കോതമംഗലത്ത് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു നിയോജകമണ്ഡലമാണ് കോതമംഗലം. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനോ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, തൊട്ടു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതികളെല്ലാം ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതികളൊന്നും പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ തരത്തിലും ജനങ്ങൾ ഈ വികസന മുരടിപ്പ് കഴിഞ്ഞ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തെ ഒരു 25 വർഷത്തെ പിറകോട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയിൽ തീർച്ചയായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വികസനവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് കാണുന്നത്. ഇവിടെ നിരവധി പദ്ധതികൾ, ഞാൻ എല്ലാ പദ്ധതികളെയും സംബന്ധിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തങ്കളം കാക്കനാട് റോഡ് 29 കിലോമീറ്റർ കൊണ്ട് കാക്കനാട് എത്തുന്ന നിലയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 250 കോടി രൂപ അനുവദിക്കുകയും ആദ്യഘട്ടത്തിൽ 15 കോടി രൂപ കൊടുത്ത് നമ്മൾ 1 കിലോമീറ്റർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോയി. വലിയ വികസന സാധ്യതയുള്ള ഒരു പദ്ധതിയായിരുന്നു തങ്കളം കാക്കനാട് റോഡ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഹൈറ്റി ഹബ്ബാണ് കാക്കനാട്. ആ കാക്കനാടുമായി 28 കിലോമീറ്റർ കൊണ്ട് ബന്ധിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായും ഈ നിയോജകമണ്ഡലത്തെ എല്ലാ തരത്തിലും വികസനത്തിൽ മുന്നോട്ട് നയിക്കുമായിരുന്നു. ആ പദ്ധതി ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അതോടൊപ്പം തന്നെ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 10 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് ബൗണ്ടറി കെട്ടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് കരാറുകാരനെ പണി ഏൽപ്പിച്ചത്. ആ പദ്ധതി പണം കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂള്, അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാൻ സൗകര്യത്തോടു കൂടിയ ഹോസ്റ്റൽ, ഇങ്ങനെയുള്ള വലിയ ഒരു ചരിത്രപരമായി വലിയ ഒരു പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തത്. പ്രത്യേകിച്ച് കോതമംഗലം കായിക കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. മാർബേസിൽ സ്കൂള്, സെൻറ്റ് ജോർജ് സ്കൂള്, അതോടൊപ്പം തന്നെ MA കോളേജ്, ഈ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന കായിക മേഖലയിൽ വലിയ സംഭാവന ചെയ്ത സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു സഹായവും ചെയ്യാതെ മുന്നോട്ട് പോയി. ഇന്ന് എല്ലാ തരത്തിലും കായിക കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കോതമംഗലം ഇന്ന് വലിയ ജീർണതയിലേക്ക് പോയിരിക്കുക. അപ്പോൾ വലിയ മാറ്റം കോതമംഗലത്ത് വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ
ശക്തമായി UDF മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഡീൽ ആരോപണമാണ്. ഇവിടെ കോതമംഗലത്ത് BDJS ആണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഇവിടെയും CPM BDJS ഒരു ഡീല് നടക്കുന്നെന്ന് ഒരു ആരോപണമുണ്ടോ? CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വഴിവിട്ട നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും അപരന്മാരെ നിർത്തിയും അതോടൊപ്പം തന്നെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ടുമുള്ള നടപടികൾ നമുക്ക് പലപ്പോഴായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ UDFൻ്റെ കോട്ടയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് കോതമംഗലത്ത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, പ്രത്യേകിച്ച് 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വലിയ നേട്ടമാണ് UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഈ പ്രാദേശിക ഭരണസമിതികളെല്ലാം UDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് കൈവിട്ടുപോയ ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. എന്നാലും എല്ലാവിധ ആശംസകളും നേരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുംപുറം പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. എന്നാൽ മൂന്നാം തവണയും കോതമംഗലം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ. 10 വർഷമായി നടത്തിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചരണം. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരമാണ് അടുത്ത ലക്ഷ്യമെന്ന് ആന്റണി ജോൺ News 18നോട് പറഞ്ഞു. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് എത്തി. പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം തന്നെയായിരുന്നു കാണുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ? തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്നാം മത്സരത്തിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതും. ചുരുങ്ങിയ ദിവസങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രചരണത്തിന് ലഭിച്ചത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പരമാവധി പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് ഉറപ്പിച്ച് പറയാം, കോതമംഗലത്ത് ഒരു തുടർച്ചയുണ്ടാകും, ഒരു മൂന്നാം വിജയം കോതമംഗലത്ത് ഉണ്ടാകും. ആ നിലയിൽ തന്നെയാണ് കോതമംഗലത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ആഗ്രഹിക്കുന്നത്. അവരങ്ങനെ ആഗ്രഹിക്കാനുള്ളൊരു കാരണവും 2016 മുതൽ എനിക്ക് MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലം മണ്ഡലത്തിലെ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ പരമാവധി ഞാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഒരു മൂന്നാം മത്സരത്തിന് വരുമ്പോഴും എനിക്ക് ലഭിക്കുന്നത് എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. കോതമംഗലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാന ഒരു പ്രശ്നമായി എടുത്തു പറയേണ്ടത് വന്യജീവി ശല്യമാണ്. നമുക്കറിയാം, ഇതിനു മുൻപുണ്ടായ മരണങ്ങളും വലിയ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്ത് നടപടിയായിരിക്കും വീണ്ടും അധികാരത്തിൽ വന്നാൽ? ഇപ്പോൾ തന്നെ ഒരു പരിധി ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കർശനമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു പരിഹാരം എന്നോണം. ഇനി വരുന്ന, ഇപ്പോൾ ജയിച്ചു കയറിയാൽ എന്തായിരിക്കും ഇനി ജനങ്ങൾക്ക് വേണ്ടി അതിൽ ചെയ്യാൻ കഴിയുന്നത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ സൂചിപ്പിച്ചല്ലോ, കേന്ദ്ര നിയമമാണ് ഇതിന് പ്രധാന വിഷയമായി നിൽക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലും ഇതേ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച സമീപനങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരുപാട് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം കഴിഞ്ഞ 10 വർഷക്കാലത്തെ MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള എൻ്റെ ഇടപെടലിൽ, പ്രത്യേകിച്ച് നിയമസഭയിൽ നിങ്ങൾ പരിശോധിച്ചു, സഭാരേഖകൾ ആർക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം മണ്ഡലത്തിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ചോദ്യങ്ങളാണെങ്കിലും സബ്മിഷനുകളാണെങ്കിലും ആ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സഭയ്ക്കകത്ത് ഉന്നയിച്ചിട്ടുള്ളത്. സഭയ്ക്ക് പുറത്ത് സർക്കാർ തലത്തിൽ, മന്ത്രിതലത്തിലും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെയുള്ള നിരവധിയായിട്ടുള്ള യോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കുറേയേറെ കാര്യങ്ങൾ. ഇപ്പോൾ ഈ വിഷയം പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ നിയമത്തിനകത്ത് ഭേദഗതി വരണം. മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ മൃഗത്തിനല്ല പ്രധാന പരിഗണന കിട്ടേണ്ടത്, മനുഷ്യന് പ്രധാന പരിഗണന കിട്ടിയാൽ ഈ പ്രശ്നം തീരുമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് പരമാവധി നമ്മളിപ്പോൾ കോതമംഗലം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ട്രെഞ്ച് കുഴിക്കുന്ന ഒരു പ്രവൃത്തി. അത് നിങ്ങൾ കുട്ടമ്പുഴയിൽ പോയി നോക്കിയാൽ കാണാം. ഉരുളൻതണ്ണി, പിണവൂർക്കുടി മേഖലയിൽ കിലോമീറ്ററുകളോളമാണ് അവിടെ ട്രെഞ്ചിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5 പഞ്ചായത്തുകളിലും ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള പ്രവൃത്തികൾ നമ്മൾ പൂർത്തീകരിച്ചു. അത് പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയിലും വിവിധ ഏജൻസികളുടെ ഫണ്ടും MLA ഫണ്ടും അതിനുവേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വനം വകുപ്പിൻ്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന നിലയിൽ
RRTക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങളും ഇപ്പോൾ നമ്മൾ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല മേഖലകളിലും ഇപ്പോൾ രാത്രികാലങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മൾ പരിശോധിക്കുമ്പോൾ ആവശ്യത്തിന് വെളിച്ച സംവിധാനങ്ങളില്ലാത്തത് മൂലമാണ് പല അപകടവും പല മേഖലയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി കോതമംഗലത്ത് MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ആ പ്രവൃത്തി കൂടി നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുറേ വർക്കുകൾ, ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ കോട്ടപ്പടിയിൽ നമ്മൾ പിണ്ടിമന, കോട്ടപ്പടി, പെരുമ്പാവൂർ മണ്ഡലത്തിലെ വേങ്ങൂർ പ്രദേശങ്ങളെ കവർ ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും വലിയ വർക്കാണ് മണ്ഡലത്തിൻ്റെ 31 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഫെൻസിങ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷേ ആ പ്രവൃത്തി വർക്ക് ആരംഭിച്ച് മുന്നോട്ട് പോയി 6 കിലോമീറ്ററോളം ഇപ്പോൾ പൂർത്തീകരിച്ചു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ അത് ഫലപ്രദമായി ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതെല്ലാം തന്നെ പൂർണ്ണമായി ആന ആക്രമിച്ച് തകർക്കുന്ന സമീപനമൊക്കെ ഉണ്ടായി. അപ്പോൾ അതേ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിലടക്കം സഭയിലടക്കം നമ്മൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ആ വർക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും അവിടെ വലിയ മരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തുടർച്ചയിലും അത് നടത്തും. ഒരു കാര്യം കൂടി, UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം അല്പമെങ്കിലും ഒരു വെല്ലുവിളിയായി മുന്നിലുണ്ടോ? അല്ല, നമ്മളാരെയും മത്സരിക്കുന്ന UDF എന്നോ LDF എന്നോ NDA എന്നോ സ്വതന്ത്രനെന്നോ ആരെയും നിസ്സാരക്കാരനായി കാണുന്നത് ശരിയല്ല. അപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും, ഇപ്പോൾ മുന്നണി സ്ഥാനാർത്ഥികളല്ല, സ്വതന്ത്രരാണെങ്കിലും അവരെല്ലാം നിസ്സാരക്കാരാണ് എന്നുള്ള അത്തരം ഒരു കാഴ്ചപ്പാടൊന്നും ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും വെച്ച് പുലർത്തുന്നത് ശരിയല്ല. ഏതായാലും ഈ മൊത്തത്തിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, കോതമംഗലത്ത് ഒരു തുടർച്ച അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. 3ാം തവണയും MLA ആയി വിജയിച്ച് നിയമസഭയിലെത്തും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. വർഗവഞ്ചന നടത്തിയത് പാർട്ടി സെക്രട്ടറിയാണെന്ന് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ. ഒരു ഘടകവും തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതാണ് ഏറ്റവും വലിയ വർഗവഞ്ചന. താനുയർത്തിയ ആശയത്തിനൊപ്പമാണ് CPM പ്രവർത്തകരും അനുഭാവികളും. 3 തവണ MLA ആയ MV ഗോവിന്ദൻ 4ാം തവണ തന്റെ ഭാര്യയെ MLA ആക്കണമെന്ന തീരുമാനത്തെയാണ് എതിർത്തതെന്ന് TK ഗോവിന്ദൻ News 18നോട് പറഞ്ഞു. TK ഗോവിന്ദൻ മാഷ് തന്നെ News 18നോടൊപ്പം ചേരുന്നു. മാഷെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരിക്കുന്നു. എങ്ങനെയുണ്ട് ആളുകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ജനങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉയർത്തിയ ആശയത്തോടൊപ്പമാണ് CPMൻ്റെ അനുഭാവികളും അണികളും ഇന്ന് നിൽക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പാർട്ടി വലിയ തോതിൽ വിമർശിച്ചിരുന്നു, വർഗവഞ്ചകൻ എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് വർഗവഞ്ചന എന്ന് പറയുന്നത് എന്താ? വർഗവഞ്ചന എന്ന് പറയുന്നത് സ്വന്തം വർഗത്തെ വഞ്ചിക്കാന്ന്. ആരാണ് വർഗവഞ്ചന നടത്തിയത്? ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകവും തീരുമാനിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതാണ് ഏറ്റവും വലിയ വർഗവഞ്ചന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണിച്ച വഞ്ചനയാണ് വർഗവഞ്ചന എന്നറിയാം. ഒരു ഘടകവും തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതിലൂടെ MV ഗോവിന്ദൻ മാഷാണ് വർഗവഞ്ചന കാണിച്ചിട്ടുള്ളത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ PK ശ്യാമള പറയുന്നത്, അതായത് ഒരു വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പറയുന്നതാണ് ഈ ഒരു നേതാവിൻ്റെ ഭാര്യ എന്നത് അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത്. ഒരു നേതാവിൻ്റെ ഭാര്യയ്ക്ക് മത്സരിച്ചുകൂടാന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതല്ല വിഷയം. ഞങ്ങളെ പാർട്ടിയിൽ 2 തവണ MLA ആയാൽ 3ാം തവണ പാടില്ലെന്നാണ്. എന്നാൽ ഇദ്ദേഹം 3ാം തവണയായി 4ാം തവണ എൻ്റെ ഭാര്യ ആവണം. ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാനിതിനെ എതിർക്കുമ്പോൾ അവർ പറയുന്നത് ഞാനെന്തോ വലിയ പാർലമെൻ്ററി വ്യാമോഹിയാണ്. 3 തവണ MLA ആയ അദ്ദേഹം 4ാം തവണ തൻ്റെ സഹധർമ്മിനായിരിക്കണം എന്ന് പറയുന്നതല്ല പാർലമെൻറ്റ് വ്യാമോഹം. അതിനെതിർക്കുന്നതാണ് പാർലമെൻറ്റ് വ്യാമോഹം എന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടി ഓഫീസിലാണ്. എത്രത്തോളം ഉണ്ട്? തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെല്ലാം വളരെ സജീവമായി എൻ്റെ പുറകിലുണ്ട്, എൻ്റെ പിന്നിലുണ്ട്. അവരുടെ പിന്തുണ ആണ് നമുക്കുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്. UDF ആണ് പിന്തുണ നൽകുന്നത്. UDFിൽ 2 പ്രബല കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ ശക്തമായിട്ട് എനിക്ക് ആവേശകരമായി പിന്തുണ നൽകുന്നുണ്ട്. ഈ ഇടതുമുന്നണിക്ക് നല്ല അടിത്തറയുള്ള സ്ഥലമാണ്. പക്ഷെ അതുപോലെ ഗോവിന്ദൻ മാഷ്ക്കും നല്ല തോതിൽ ആളുകളായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിക്കുക, ഏത് തരത്തിലാണ് വിജയം? ഇടതുമുന്നണിക്ക് അടിത്തറയുള്ളത് തന്നെയാണിത്. പക്ഷേ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. ഇവിടെ സുധാകരൻ മത്സരിച്ച ഘട്ടത്തിൽ
8000 വോട്ട് സുധാകരന് കൂടുതലാണ്. ഇടതുമുന്നണിയുടെ ആളുകൾ വോട്ട് കൊടുക്കാതെ സുധാകരന് അത്രയും വോട്ട് ലഭിക്കില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ആ അടിത്തറ ഇളക്കിയത് ഇടതുമുന്നണിയുടെ വോട്ടുകൾ ഇവിടെ തന്നെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ ഒരു ശക്തമായ കോട്ടയാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇവിടെ UDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. അവസാനമായ ഒരു ചോദ്യം, ഈ സുധാകരൻ കെ സുധാകരൻ്റെ അവസാനത്ത് ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെല്ലുവിളിയോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? സുധാകരൻ സജീവമായിട്ട് ഉണ്ടാവുകയുള്ളൂ? ഒന്നുമില്ല, ഞാൻ സുധാകരനെ കണ്ടിരുന്നു. കാരണം എനിക്ക് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം UDF ആണ്. UDFൻ്റെ സനുബന്ധ നേതാവാണ് സുധാകരൻ. അപ്പോൾ ആ നിലക്ക് സുധാകരനെ സന്ദർശിച്ചിരുന്നു. സുധാകരൻ പറഞ്ഞത്, ഞാൻ ഉയർത്തിയ വിഷയം മാഷ് നിലപാടുമായി പോയിക്കോ, എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും, UDFൻ്റെ പിന്തുണയുണ്ടാവും. സുധാകരൻ വ്യക്തിപരമായ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പിന്തുണയുണ്ട്. ഇത്തവണ മണ്ഡലം ഗോവിന്ദൻ മാഷിലൂടെ പിടിച്ചെടുക്കുമോ? അതുതന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സുവേഷ് മറായോടൊപ്പം KB ബൈജു, ന്യൂസ് 18 കണ്ണൂർ. ബേപ്പൂരിൽ വികസനത്തിന്റെ പേരിൽ പടുത്തുയർത്തിയ വ്യാജ നിർമ്മിതികൾ തകർക്കുമെന്ന് NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബു. പൊതുമരാമത്ത് മന്ത്രിയായിരുന്നും മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ PM മുഹമ്മദ് റിയാസിനായില്ല. നിലമ്പൂർ മണ്ഡലത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട PV അൻവറിനെ ബേപ്പൂരുകാർ വിശ്വസിക്കില്ല. കോഴിക്കോട് ജില്ലയിൽ BJP ഇത്തവണ ഒരു സീറ്റെങ്കിലും നേടുമെന്നും പ്രകാശ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് നമ്മോടൊപ്പം ഉള്ളത്. വലിയൊരു മത്സരത്തിലേക്ക് കടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തി പ്രകടമാക്കിയ ഒരു തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ബേപ്പൂരിലെ ജനങ്ങൾ നല്ല തിരിച്ചറിവുള്ള ജനങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യാജമായ വികസനം ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്കറിയാം ബേപ്പൂരിൽ എന്താണ് നടന്നത്, എന്താണ് നടക്കുന്നത്. 5 കൊല്ലം ഒരു പൊതുമരാമത്ത് മന്ത്രിയെ കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തരിൽ ഒരാളായിട്ടുള്ള മന്ത്രിയെ കൊടുത്തിട്ട് പോലും ഇവിടെ ഒരു വികസനവും സാധാരണക്കാരൻ തൊട്ടറിയുന്നില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബേപ്പൂരിലെ സാധാരണക്കാരന്റെ കുടിവെള്ള പ്രശ്നമാണ്. അതിന് ഒരു പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നിട്ട് പോലും ജൽജീവൻ മിഷൻ ഈ നമ്മുടെ കടലുണ്ടി പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ടില്ല. 1. 2, ബേപ്പൂരിന്റെ സാധ്യത എന്താണ്? ടൂറിസം മന്ത്രിയായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി ഒന്ന് ആലോചിക്കണ്ടേ? ബേപ്പൂർ തുറമുഖം, ആ തുറമുഖം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നാശത്തിന്റെ പാതയില്ല. അതിന്റെ എല്ലാ സാധ്യതകളും മംഗലാപുരത്തേക്ക് പോയി. പിന്നെ ഒന്ന് റോഡ് നിർമ്മാണം. ഈ മണ്ഡലത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. 65,000 കോടി രൂപയുടെ ദേശീയപാത കടന്നു പോകുന്നത് ഈ മണ്ഡലത്തിലൂടെയാണ്. അതിൽ 60,000 കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം MLA ആയി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ വാഗ്ദാനം ചെറുവണ്ണൂരും അരീക്കാടും മേൽപ്പാലം പൂർത്തിയാക്കുമെന്നുള്ളതാണ്. അരീക്കാടിന്റെ പണി തുടങ്ങിയിട്ടില്ല, പോട്ടെ. BC റോഡിന്റെ വികസനം സർവേ കല്ലിട്ടതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇനിയുള്ള ചെറുവണ്ണൂരിലുള്ള ഒരു പാലം ഒരു പൊതുമരാമത്ത് മന്ത്രിക്ക് 5 കൊല്ലം കഴിഞ്ഞ് ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ 4 തൂണിട്ടതാണോ വികസനം? 1 കൊല്ലം കൊണ്ട് അത് പൂർത്തിയാകാമായിരുന്നല്ലോ. എവിടെ ബേപ്പൂർ ലോട്ട് വ്യവസായങ്ങൾ എവിടെ പോയി? മാറാട് പ്രഖ്യാപിച്ച മത്സ്യ സംസ്കരണ യൂണിറ്റ് എവിടെ? ഗോദീശ്വരം ഉൾപ്പെടെയുള്ള ബീച്ചിലുള്ള കടൽ ഭിത്തികൾ എവിടെ? ഇതൊക്കെ ആരാ വാഗ്ദാനം കൊടുത്തത്? നിങ്ങൾ അദ്ദേഹം റോഡിന്റെ വികസനം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. 300 മീറ്റർ റോഡ് 3 കോടി രൂപ ടെൻഡർ ഇല്ലാതെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണിത്. ആ റോഡിന്റെ പേര് മമ്മളിത്തായത്ത്. 300 മീറ്റർ, നിങ്ങൾ പോയിട്ട് മമ്മളിക്കടവ് 300 മീറ്റർ റോഡ് 3 കോടി ഊരാളുങ്കൽ, ടെൻഡർ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് 30 ലക്ഷം കൊണ്ട്. ഇങ്ങനെയുള്ള പാലത്തുമ്മൽ, ഫിറ്റ്നസ് ഇല്ലാത്ത പാലത്തുമ്മൽ പെയിന്റ് അടിച്ച് 4.5 കോടി എടുക്കുക, 300 മീറ്റർ റോഡ് ഉണ്ടാക്കിയിട്ട് 3 കോടി എഴുതിയെടുക്കുക. ഇങ്ങനെ ചില തട്ടിപ്പുകളും ചില ഗിമ്മിക്കുകളും അല്ലാതെ ഇവിടെ ഒരു വികസനവും എത്തിയിട്ടില്ല. കേന്ദ്രം ഫറൂഖ് പാലത്തിന് അവിടെ സേതുബന്ധൻ പദ്ധതിയിലൂടെ 7 പാലം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ. 6 ഉദ്ഘാടനം കഴിഞ്ഞു. എന്തേ അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന് അത് ഫറൂഖിൽ നടപ്പിലാക്കാൻ പറ്റാതെ പോയി? എന്തുകൊണ്ടാ ഫണ്ട് ലാപ്സായി പോയി? ഇതൊക്കെയല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബേപ്പൂരിൽ അദ്ദേഹം പറഞ്ഞു സ്റ്റീൽ, നമ്മുടെ ചെറുവണ്ണൂരിലുള്ള സ്റ്റീൽ കമ്പനി അവിടെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. ഓട്ട് വ്യവസായങ്ങൾ മുറി എല്ലാം പൊട്ടി. ഞങ്ങളിപ്പോ വരുന്നത് നമ്മുടെ ഈ ചുള്ളിപ്പറമ്പുള്ള ഓട്ട് വ്യവസായമാണ്. അവിടെ ഈ കുമ്പാര സമുദായത്തിൽപ്പെട്ട പരമ്പരാഗത കുലത്തൊഴിൽ നശിച്ചിരിക്കുന്നു, എല്ലാം അടച്ചുപൂട്ടി. ഇതാണ് ബേപ്പൂരിലെ വികസനം. ഇങ്ങനെ ഫ്ലെക്സിലും റീൽസിലും പ്രസംഗത്തിലുമല്ലാത്ത യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 1. 2, അൻവറാണ്. ഇവിടെ വികസനം കൊണ്ടുവരും എന്ന് പറയുന്ന അൻവറോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്.
9 കൊല്ലം നിലമ്പൂരിലെ MLA ആണല്ലോ അദ്ദേഹം. നിലമ്പൂരിൽ ഇവിടെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു കുടിവെള്ളമില്ല, ഗവൺമെന്റ് കോളേജില്ല. ഞാൻ തിരിച്ച് അൻവറോട് ചോദിക്കുകയാണ്, 9 കൊല്ലം താങ്കൾ MLA ആയിട്ടുള്ള നിലമ്പൂരിലെ 2016 ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ള ആ ഗവൺമെന്റ് കോളേജിന്റെ അതിന് കെട്ടിടമുണ്ടോ? ഇപ്പോഴും ഒരു പ്രൈവറ്റ് കെട്ടിടത്തിന്റെ മുകളിലിരുന്ന കുട്ടികൾ പഠിക്കുന്നത് ഈ നിലമ്പൂരിൽ. എന്നിട്ട് ബേപ്പൂരിൽ കോളേജില്ല എന്ന് പറയുന്നത്. ഞങ്ങളിതാ പറയുന്ന UDF ആയാലും LDF ആയാലും ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായിട്ടുള്ള ഒരു കോളേജ് വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 2 നിലമ്പൂരിൽ നിങ്ങൾ പോയി നോക്കാം, വഴിക്കടവിൽ ആ പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിയിട്ടില്ല. മറ്റൊന്ന് പോത്തുകൽ പഞ്ചായത്ത് കുടിവെള്ളം എത്തിയിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ബഹുമാനപ്പെട്ട അൻവറോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളെ കവളപ്പാറ ദുരന്തത്തിൽ അന്ന് നിരവധി വീടുകൾ തകർന്നപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞ, അവരെയൊക്കെ തന്നെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, താർപ്പായിനടിയിലാണ് കവളപ്പാറ ദുരന്തത്തിലുള്ളവർ ഇന്ന് ജീവിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കുറെ കെട്ടി ഇറക്കിയിട്ടുള്ള ഒരു കള്ളനാണയത്തിന്റെ ഓരോ വശങ്ങളാണ് ഇവരൊക്കെ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ കോർപ്പറേറ്റ് സ്ഥാനാർത്ഥികളാണ്. സാധാരണക്കാരന്റെ വിഷമമൊന്നും അറിയാതെ ഇങ്ങനെ കോടികൾ ചെലവഴിച്ച് ഇവിടെ ബേപ്പൂര് വന്ന് സീറ്റ് പിടിച്ചെടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്.